സോ പീസ് ഓഫ് മൈൻഡ് ഈസ് ദ ബാറ്ററി ബാക്കപ്പ്. പീസ് ഓഫ് മൈൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ആസ്വദിക്കാൻ പറ്റും. പീസ് ഓഫ് മൈൻഡ് ഇല്ലെങ്കിലോ ഒന്നും ആസ്വദിക്കാൻ പറ്റത്തില്ല. യു കനോട്ട് എൻജോയ് യുവർ ലൈഫ്. ഒരു ഗ്ലാസ് ഓഫ് വാട്ടറിൻ്റെ കഥ പറയുന്നുണ്ട്. ഒരു ഗ്ലാസ് ഓഫ് വാട്ടർ നമ്മുടെ കയ്യിൽ തന്നാൽ എത്ര പേർക്ക് അത് കയ്യിൽ ജസ്റ്റ് ഒരു 10 സെക്കൻഡ് പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ട്? ഇപ്പോൾ ഒരു കാര്യം അറിയാമോ, ഇത് 24 മണിക്കൂർ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ നമ്പായി പോകുമെന്നാണ് പറയുന്നത്. പിടിക്കാൻ പറ്റില്ല. 2 മണിക്കൂർ ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് പിടിക്കാൻ പറ്റില്ല. നിങ്ങൾ ട്രൈ നോക്കാം. 4-5 മണിക്കൂർ ആകുമ്പോഴേക്കും നമ്മുടെ കൈ തളർന്നു തുടങ്ങും. 24 മണിക്കൂർ പിടിക്കുമ്പോഴേക്കും കൈ നമ്പായി പോകും. മുറിച്ച് മാറ്റേണ്ട അവസ്ഥ വരുമെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ ഒന്നും അറിഞ്ഞില്ല. പക്ഷേ ഒരു ഗ്ലാസ് വെള്ളത്തിൻ്റെ ഭാരം എന്തോളം ആവണം. ഈ പേപ്പർ അങ്ങനെയാണ്. ഈ പേപ്പറിനെ നമ്മൾ ഒരുപാട് നേരം പിടിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. വി കനോട്ട് ഹോൾഡ് ദീസ് തിങ്സ് ഫോർ ലോങ്. ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈക്കിളാണ്. ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു സൈക്കിൾ. ഇത് നമ്മളിപ്പോൾ ഫുഡ് കഴിക്കുന്നു, ഫുഡ് നമ്മൾ എക്സ്ക്രീറ്റ് ചെയ്ത് പോകുന്നു, വെള്ളം കുടിക്കുന്നു, വെള്ളം യൂറിനായിട്ട് പോകുന്നു. എല്ലാം ഇങ്ങനെ വന്ന് പോകുന്നതാണ് ബാലൻസ് ആയിട്ട് ജീവിക്കാൻ പറ്റുന്നത്. രജനീകാന്ത് ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നതാണ്, പൈസ നമ്മളിങ്ങനെ തടഞ്ഞു നിർത്തുന്നതിലല്ല കാര്യം. വരുന്ന പൈസ തന്നെ നമുക്കൊരു ഫ്ലോ ആയിട്ട് അത് അർഹതപ്പെട്ട ആൾക്കാരുടെ അടുത്ത് എല്ലാം കൊടുക്കണമെന്നല്ല പറയണം. എങ്കിലും ചാരിറ്റി ചെയ്യുന്നത് ഒരു ഫ്ലോയിനെ സഹായിക്കുന്ന ഒരു സംഭവമാണ്. എന്തെങ്കിലും നമ്മളതിനെ ബ്ലോക്ക് ചെയ്ത് തടഞ്ഞു വയ്ക്കാൻ ശ്രമിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത്. നിങ്ങൾ ഫുഡ് കഴിച്ചു, നിങ്ങൾക്ക് 5-6 ദിവസമായിട്ട് നിങ്ങൾക്കത് പുറത്തുനിന്ന് പോയില്ല, നിങ്ങളുടെ വയറ്റിൽ നിന്ന് പോയില്ല എന്നുണ്ടെങ്കിൽ ഡു യു ഫീൽ ഗുഡ് ഓർ ബാഡ്? ചിലപ്പോൾ നിങ്ങൾ അഡ്മിറ്റ് ആവും ഹോസ്പിറ്റലിൽ. കണ്ടില്ലേ, ഇപ്പോൾ യൂറിൻ പോകാൻ പറ്റാത്ത ഒരു ട്യൂബ് ഇടുന്നുണ്ടല്ലേ. നമുക്കിതിപ്പോൾ സ്മൂത്തായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. മനസ്സിലായോ? ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവാണ്, സൈക്കിൾ പോലെ പൊയ്ക്കൊണ്ടിരിക്കും. പക്ഷേ പോകാതിരിക്കുന്ന കുറച്ച് സംഭവങ്ങളാണ് ഈ പറയുന്ന പോലെ ഇമോഷൻസ്. പിന്നെ പോകാൻ നിങ്ങൾ സമ്മതിക്കില്ല. അവിടെയാണ് ഈ പ്രശ്നങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, യു ആർ നോട്ട് ലെറ്റിംഗ് ഗോ ഓഫ് ദ ബ്ലഡി ഇമോഷൻസ്, നെഗറ്റീവ് ഇമോഷൻസ്. നിങ്ങൾ ഈ ഗ്ലാസ്സിനെ പിടിക്കുന്ന പോലെ ഇവന്മാരെ വെച്ച് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് മാസങ്ങളോളം, വർഷങ്ങളോളം.